I'm starting the show with Murshid and Naveed. മൂപ്പര് പ്രസ് മീറ്റ് ഒക്കെ ഒഴിവാക്കിയിരിക്കുന്ന ഒരു വരുമ്പോഴേ പറയുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും പറയാൻ പാടില്ല. അവര് കുറച്ചൊക്കെ അങ്ങനെ പറയും, പക്ഷെ അങ്ങനെ നമ്മൾ കറക്റ്റ് ഒന്നും പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഭയങ്കര വിടലൊക്കെ വിടും, അപ്പൊ നീ എന്നെ നോക്കരുത്. ഗുഡ് ക്വസ്റ്റ്യൻ യു ആസ്ക്. കറക്റ്റ് എനിക്കിത് പൊളിക്കാൻ പറ്റിയ ദൃശ്യമാണ് ഗൈസ്. റേസ് ക്യാൻസൽ ആയി. അങ്ങനെയൊക്കെ വേണോ? എവിടെയാണോ? Today's episode is sponsored by Manikal Mana, a premium heritage homestay situated in Calicut, Kerala. Let's escape to timeless charm. Hey everyone, y'all have tuned into Ellarum Cholna with me, Vaishnavi Vivek. So y'all have no idea who I bagged today. It's two best of friends who in our Kerala has made a mark. One being Murshid, the Bendidos, and second, Naveed, who's a co-founder of MYOP. Murshid and Bendidos go a long way back, and today we're here to discover our story. So, നമ്മളുടെ കേരളയും നമ്മളുടെ മൊത്തം ഇന്റർനാഷണൽ ബോർഡേഴ്സ് വരെ എത്തിപ്പെട്ട MYOP നമ്മളെ ഒപ്പുണ്ട്. Let's hear what they have to bring to Ellarum Cholna. They are the business makers of Calicut right now. But they are two wonderful friends, and I hope this episode is going to bring a very beautiful side of theirs. Because fans ഒന്നും കാണാത്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും നമ്മളെ സ്വന്തം മുർഷിദിന്റെയും നവീദിന്റെയും. നവീദിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആണ്. സോ നമ്മൾ നവീദ് എന്ന് തകർക്കും. ഓക്കെ, നവീദ് എന്ന് പറയുന്നത് he is the co-founder of a beautiful brand called MYOP. And Murshid Bendidos, he's already won our beautiful hearts. Especially now, നമ്മളുടെ ഈ അടുത്ത ഡിസംബറിൽ നടന്ന ഒരു മെഗാ മാമത്ത് ഓഫ് എൻ ഇവന്റ് ആയിരുന്നു. നമ്മളുടെ ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് നമ്മുടെ കോഴിക്കോട് എത്തിച്ചതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹാർട്ട് ഫെൽ താങ്ക്യും കൂടി പറഞ്ഞുകൊണ്ട് ഐ എം സ്റ്റാർട്ടിംഗ് ദി ഷോ വിത്ത് മുർഷിദ് ആൻഡ് നവീദ്. Guys, I am so honored. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ത്രില്ലടിച്ചിരിക്കുക രണ്ടുപേരും അവിടെ എത്തിയതിന്. സോ ഞാൻ പറഞ്ഞ മാതിരി തന്നെ കോഴിക്കോട് സൂപ്പർ ക്രോസ് ലീഗ് നിങ്ങൾ കോഴിക്കോടിൽ എത്തിച്ചത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ലൈക്ക് ഐ നോ ബോത്ത് ഓഫ് യു ആർ സ്പോർട്സ് ഫാനറ്റിക്സ് ഫ്രോം നിങ്ങളുടെ ബ്ലഡിൽ ഉള്ളതാണ്. പക്ഷെ ബിഫോർ ഐ സ്റ്റാർട്ട്, ഹൗ ഡു യു ഓൾ ഫീൽ ആഫ്റ്റർ ദ കംപ്ലീറ്റ് വൈൻഡ് അപ്പ് ഓഫ് ദ സൂപ്പർ ക്രോസ് ലീഗ്? കറക്റ്റ് ഫീൽ ഇസ് ആക്ച്വലി നമ്മൾ റേസിംഗ് ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം പ്രഷർ എടുത്തോ അതിന്റെ അധികം പ്രഷറാണ് ആഫ്റ്റർ ദ റേസ് ഇവന്റ്. ദർ ആർ ലോട്ട് ഓഫ് ഒരുപാട് കോൺട്രവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കലി ദർ ആർ ഡിഫറെന്റ് അജൻഡാസ് ഇൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആളുകളും KFA ആയിട്ടും കോർപ്പറേഷൻ ആയിട്ടും ഒക്കെ. റേസിംഗ് ഇവന്റ് became one of the biggest and number one racing event ever India has witnessed. That is one part. അതിൽ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് വി ഹാവ് ഡൺ ഇറ്റ് ഓൺ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു. ആ ഗ്രൗണ്ട് കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് മലബാർ പോലത്തെ ഒരു സ്ഥലത്ത് ഫുട്ബോൾ ഫാൻസിന് അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ 2 months, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ February 21 ഗ്രൗണ്ട് നമ്മൾ KFAക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി ആർ വെരി പ്രൗഡ് ദാറ്റ് അതേ ഒരു രൂപത്തിൽ ഗ്രൗണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത്. യെസ്. Any thoughts on that before I say something? പറയൂ. മൂപ്പര് പ്രസ് മീറ്റ് ഒക്കെ ഒഴിവാക്കിയിരിക്കുന്ന ഒരു I'll get back to Murshid, of course, but your take on after conducting this event? No, after conducting the event, I just told Murshid, നമ്മള് പരിപാടി നടത്തി കഴിഞ്ഞപ്പോ തന്നെ ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യാണ്ടല്ലോ. ആ സന്തോഷം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ബ്ലാങ്ക് അവസ്ഥയായിരുന്നു. ഐ വാസ് ടോക്കിംഗ് മുർഷിദ്, നിന്റെ അവസ്ഥ സെയിം. എനിക്ക് മനസ്സിലായി രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒന്ന് ലാർജർ ദാൻ ലൈഫ് ഇവന്റ് ആയിരുന്നു. വി നെവർ ഡൺ an event of 30,000 plus people showing up for the event, and are they enjoying or not? കാരണം പുറത്ത് ഞങ്ങൾക്ക് അറിയാം things, a lot of things are happening, inside us things are happening. So ആ കഴിഞ്ഞ സമയത്ത് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്ലണ്ടർ അവസ്ഥയിലുണ്ടായിരുന്നത്. പക്ഷെ ആഫ്റ്റർ when people reacted to this, ഒരു ദിവസം കഴിയുമ്പോഴാണ് when people appreciating the event, no, നമുക്ക് മനസ്സിലാകുന്നു, okay, people enjoy the event. But right after 2 days, a lot of good content came. ആ content ഒക്കെ വന്നപ്പോൾ people were really happy. So then we understood it's not negative, it's all positive എന്നുള്ള സാധനത്തിനകത്ത്. And then yes, കാലിക്കറ്റിലൊരു
ഒരു കൾട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത്. കാരണം നോബഡി ബിലീവ്ഡ് ഒരു ബൈക്ക് റേസ് അല്ലെങ്കിൽ സൂപ്പർ ക്രോസ് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഷോ അപ്പ് ചെയ്യുന്നുള്ളത്. നമ്മളും വിചാരിച്ചില്ലേ ഇത്രയും ആൾക്കാർ വരുന്നുള്ളത്. I'm sure കുറെ പേർക്ക് ഇപ്പൊ മുർഷിദ് പറഞ്ഞ മാതിരി തന്നെ he's done a beautiful job. The team of MYOP and Murshid Benitos came together and y'all won't believe it guys. ഇതിന്റെ ബാക്കിൽ പോകുന്ന അത്രയ്ക്കും അധികം എഫേർട്ട് ഇടുന്നുണ്ട് അവര്. And when they are waiting to get that love back and ഈ ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾ വരുമ്പോഴും അതിന്നും സന്തോഷം അവർ കണ്ടെത്തി അത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നൊരു പോയിന്റിലാണ് ഇപ്പൊ മുർഷിദ് നവീദ് നിൽക്കുന്നത്. And I just want to say, I did see the EMS നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. You all have done a fabulous job, guys. It looked, I think, better than before. I had no idea. The whole pitch was sparkling. ഞാൻ മുർഷിദിനെ ഫോളോ ചെയ്തു, ഇവരെ റിപ്പോർട്ടിന് വന്നത് അതിന്റെ ചാനൽസ് ഞാൻ ഫോളോ ചെയ്തു. Congratulations on the beautiful handover also. But Murshid and Naveed, I want to just ask you all, നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിക്കോട് ഇത്രയ്ക്കും സ്റ്റൺസും സ്പോർട്സ് ഫാനറ്റിക്സ് പൊതുവെ കുറച്ച് കുറവാണ്. മെയിൻലി ഈവൻ മുർഷിദിന്റെ കുറെ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഇസ് സംതിങ് where he also heads back and somewhere it's already pumping in so much of enthusiasm for sports and motorbike events. But why did you still choose Kozhikode? Because I want you to make sure it's communicated what you want to do. 100%. MYOP is actually, MYOP started 5 years, 6 years, 3 years. 2018. So we started the racing event on 2012 Calicut. അന്ന് MYOP ഇല്ലെങ്കിലും my friend is there. Naveed is there. So, നവീദ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ഒന്നും പറയാനില്ല. ഹി സപ്പോർട്ട്സ് ഹിസ് ഫ്രണ്ട്സ്. അപ്പം അന്ന് എന്ത് റേസിംഗ് ഇവന്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അന്നൊക്കെ എന്റെ കൂടെ. ലൈക്ക് നവീദിന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര കഴിവുകളുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്ക് കുറച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നതിൽ ദേഷ്യം വരും. അപ്പൊ നമ്മൾ പല പുതിയ ആളുകളാണ് മീറ്റ് ചെയ്യേണ്ടത്. പിന്നെ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും മിനിസ്റ്റർ ലെവലും പല സ്ഥലത്തുനിന്നും നമുക്ക് ചിലപ്പോൾ നമ്മളെടുത്ത് റിപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ കാമായിട്ട് വളരെ പേഷ്യന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് പ്രശ്നക്കാരനാണ്. ആ സ്ഥലത്ത് സത്യത്തില് നവീദ് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നവീദിനെ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നവീദ് എത്ര വലിയ ഭീകരനാണ്, അപ്പുറത്തെ സൈഡില് പ്രശ്നക്കാരനാണെങ്കിൽ നവീദ് ഹാൻഡ്ലിങ് ഭയങ്കര നവീദ് അത് സ്മാർട്ടാണ്. അതിലാണ് എനിക്ക് സത്യത്തിൽ. അപ്പൊ അന്ന് മുതലേ എന്ത് ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പോഴും നവീദ് ഇസ് ദേർ വിത്ത് മീ ആസ് എ പാർട്ട് ഓഫ് ബാൻഡിഡോസ്. അപ്പൊ പീപ്പിൾ തോട്ട് നവീദ് ഇസ് ഓൾസോ ഒരു നമ്മുടെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഒരു ആസ് എ പാർട്ട്ണർ ആണ് ബാൻഡിഡോസിന്റെ തന്നെ. അങ്ങനെ തന്നെ നവീദിന്റെ ഈ ജേർണിയിൽ ബാൻഡിഡോസ് എന്ന് പറയുന്ന ബിസിനസിന്റെ ഈ ഒരു ജേർണി മോട്ടോർ സ്പോർട്സ് ജേർണിയിലും ഫ്രം ദ സ്ക്രാച്ച് ഉള്ള ഒരാളാണ്. സക്സസിനൊക്കെ പിന്നീടാണ് വരുന്നത്. നമ്മൾ ചെറിയ ഇവന്റുകളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ലോസ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്. അന്ന് മുതലുള്ള ഒരാളാണ്. And coming back to Calicut, how did this happen in Calicut എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഫസ്റ്റ് ഇവന്റ് കാലിക്കറ്റ് ആയിരുന്നു. 2013 കാലിക്കറ്റ് ചെയ്ത് 2015 കാലിക്കറ്റ് ചെയ്ത് പിന്നെ ഞാൻ തൃശ്ശൂർക്ക് ബാൻഡിഡോസ് തുടങ്ങിയ സമയത്ത് പോയതാണ്. അപ്പൊ പിന്നെ തൃശ്ശൂരുകാരനായി. അപ്പോഴും അവിടെ 2020 റേസിംഗ് ഇവന്റ് നടക്കുമ്പോഴും നവീദ്. അപ്പൊ അവിടെ വന്നിട്ട് ഒരു 2 weeks അവിടെ നിന്ന് റേസ് ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടാണ് വരാറ്. പിന്നെ ലാർജ് സ്കെയിലിൽ ഒരു ഇവന്റ് ചെയ്യുമ്പോൾ സത്യത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രിപ്പുള്ള, നമുക്ക് കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം എല്ലാം കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ളത്, ഫ്രണ്ട്ഷിപ്പും നമ്മളെ നെറ്റ്വർക്കൊക്കെ കൂടുതലുള്ളത് കാലിക്കറ്റ് ആയതുകൊണ്ടാണ് ഈ റേസിംഗ് ഇവന്റ് കാലിക്കറ്റിൽ കൂടുതൽ. ബിക്കോസ് ഇതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടുതലായിരുന്നു. റിംഗിങ് സൽമാൻ ഖാൻ, 36+ ഇന്റർനാഷണൽ അത്ലറ്റ്സ്, അത് വേൾഡിൽ തന്നെ റിനോഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് ആണ്. അപ്പൊ അവരൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രിപ്പുള്ള, പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ അങ്ങനെയൊക്കെയുള്ള നെറ്റ്വർക്ക് നമുക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ അതില് എന്നെ പോലെ തന്നെ എന്നേക്കാൾ കൂടുതലായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കാരണം ഞാൻ കുറെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിലേക്ക് പോയത് കൊണ്ട് തന്നെ നവീദ് ഗ്രൗണ്ട് ലെവലിൽ കോഴിക്കോടിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നവീദ് ആ ഭാഗങ്ങളൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്തു. കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം ISR can only be done with stadium ഫെസിലിറ്റി ഉള്ളത് മാത്രമേ പറ്റുള്ളൂ. That is, one is Kochi, second is Trivandrum, third is Calicut. ഈ 3 നല്ല സ്റ്റേഡിയംസ് അല്ലേ. സോ കൊച്ചി ഈസ് ഹ്യൂജ്. ആൻഡ് ഒന്ന് ISL-ഉം നടക്കുന്നതുകൊണ്ട് മിക്കവാറും നമുക്ക് തരില്ല എന്നുള്ളത്. സെക്കൻഡ്, ഒന്ന് കാലിക്കറ്റ് നമ്മൾ ഹോം ഗ്രൗണ്ട് ആണ്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഗ്രൗണ്ട് പരിപാടി ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമ്മളൊരു ഭയങ്കര വെൽക്കമിങ് നേച്ചർ ആണല്ലോ. അപ്പൊ ലുക്ക് അറ്റ് എനി ഈവന്റ്, ഇപ്പൊ നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇത്രയും ലിറ്ററേച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്നും ഞെട്ടിപ്പോ. നമ്മളെ സിറ്റി വേറെ അല്ലേ, വേർട്ടിക്കൽ, എവറിത്തിങ് ഈസ് സോ വെൽക്കമിങ് ഓവർ ഹിയർ.
കാലിക്കറ്റ് ഡെഫിനറ്റ്ലി ഒന്ന് സ്റ്റേഡിയം നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. രണ്ടാമത്തെ ഇവിടുത്തെ കൾച്ചർ തന്നെ ഉണ്ട് അല്ലേ? അല്ല, ഈ 30,000 നമ്മള് ഇപ്പൊ തൃശ്ശൂരും കൊച്ചിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പക്ഷെ അതൊക്കെ 15,000 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അന്നും കുറെ ആളുകൾ പുറത്തുനിന്ന് കയറാൻ പറ്റാതൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ 30,000 വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആണ്. അതായത് ആളുകൾ കയറും. പക്ഷെ കാലിക്കറ്റ് ആവുമ്പോൾ ആളുകൾ പറയുന്നു എന്തായാലും കയറി. കാലിക്കറ്റിലെ കൾച്ചർ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പരിപാടി നോക്കി നടക്കുകയാണ്. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കുന്നതിലൊരു ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സൽമാൻ ഖാൻ വരുന്ന സമയത്ത് ഹൗസ്ഫുൾ ആയിട്ട് തന്നെ കാണണം. സൽമാൻ ഖാനെ നമുക്ക് മോശമാക്കാൻ പാടില്ല. ഭയങ്കര ഒരു നമുക്കൊരു ചലഞ്ചാണ്. കാരണം ലാസ്റ്റ് വീക്കാണ് ടിക്കറ്റ് സെയിൽസ് ശരിക്കും സംഭവിക്കുന്നത്. ടിക്കറ്റ് സെയിൽസ് ഒരു 3 weeks അല്ലെങ്കിൽ 1 month മുന്നേ തന്നെ നമ്മൾ ലൈവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആരും ഓൺലൈനിലൊന്നും വാങ്ങിക്കുന്നില്ല. ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. ടിക്കറ്റ് അങ്ങനെ ആൾക്കാർ വാങ്ങിക്കും. ലാസ്റ്റ് ടൈം വരെ ഫ്രീ കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നോക്കുന്ന ഒരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട്. ലൈക്ക് അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രൈസ് ആണ് ടിക്കറ്റിന് തോട്ട് ആക്ച്വലി അഫോർഡബിൾ ലൈൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞ് വി വോണ്ട് എ ഗുഡ് ഫുൾ ഹൗസ്ഫുൾ ഷോ വേണോ ഓർ റവന്യൂ വേണോ എന്നുള്ളത് നോക്കിയപ്പോ റവന്യൂ ഒന്നും വേണ്ട. നമുക്ക് പരിപാടി ബിസിനസ് ചെയ്തിട്ട് ഇപ്പൊ ഓരോ ബിസിനസ് ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ഇത് പാഷനാണ്. സോ വി ഡോണ്ട് വാണ്ട് ടു മേക്ക് എ ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ദിസ്. ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോയാൽ മതി. വണ്ടബിൾ ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അങ്ങനെയാണ് നമ്മൾ ആ പ്രൈസ് ഇട്ടിട്ട് അവസാനം വരെ കൊണ്ടു. പക്ഷെ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് കാലിക്കറ്റ് 3 days മുന്നേ വി ഹാർഡ്ലി സോൾഡ് എത്ര 4,000 ടിക്കറ്റ് 4,000 ടിക്കറ്റ്സ് ആൻഡ് വി വർ ലൈക്ക് മാൻ ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനൊക്കെ അല്ലേ, ഞാൻ മുർഷിദിനെ പറ്റിയും നിങ്ങളുടെ ഈ ഇവന്റ് നടന്നല്ലോ. സോ വെൻ ഐ ഗോട്ട് ബാക്ക് ടു ഐ ജസ്റ്റ് വോണ്ട് ടു ഫോളോ എങ്ങനെയായിരുന്നു ഈ ട്രെൻഡ് ടു ദ ലീഗ് വിച്ച് യു ആർ കണക്റ്റഡ്. മുർഷിദിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ തന്നെ അല്ലേ, I still see that beautiful boy in you where you want to show Calicut what you've enjoyed. എനിക്ക് നിങ്ങളിപ്പോ കോഴിക്കോട് എന്ന് പറയുന്നില്ല, പക്ഷെ എനിക്ക് അതൊന്നും അല്ല കേട്ടോ കണ്ടത്. I saw Murshid and Naveed, those boys who enjoy the sports, they've enjoyed the adrenaline rush this whole game brings in, and like എന്റെ ആൾക്കാരും കൂടി ഇതൊന്ന് എൻജോയ് ചെയ്യണം. അവിടുന്ന് ആ ലവാണ് ഞാൻ കണ്ടത്. ആൻഡ് ദാറ്റ് സോർട്ട് ഓഫ് റെസനേറ്റഡ് സോ മച്ച് വിത്ത് ഓഡിയൻസ് ഹു കേം. യു ഓൾ വോണ്ട് ബിലീവ് ഇറ്റ്. അന്ന് ലൈവ് പോയി എത്ര ബ്ലോഗേഴ്സ് ഉണ്ടറിയോ, എടാ നമുക്ക് കയറാൻ പറ്റുന്നില്ലടാ, ഇതിനുള്ളിൽ കയറാൻ പറ്റുന്നില്ലടാ, ഭായിജാൻ എത്തിയതോന്ന് അവിടെ ആരൊക്കെയോ തുള്ളി മറിയുന്നു. സോ യോൾ ആർ ആൻഡ് മുർഷിദ്, താങ്ക് യു സോ മച്ച്. ബിക്കോസ് എനിക്ക് എത്ര പറഞ്ഞാലും ഇത് അറിയില്ല. ബട്ട് മുർഷിദും നവീദിനും ആ നിങ്ങളുടെ ലവ് ഒന്ന് കാണിക്കണം, ആ കോഴിക്കോടുകാരത് കാണിക്കണം പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നിങ്ങൾ പറഞ്ഞ മതി ട്രിവാൻഡ്രം ചെയ്യായിരുന്നു, ഡൺ ഇൻ കൊച്ചി, ഡൺ ഇൻ യുനോ, ബട്ട് യു സ്റ്റിൽ ഷോസ് കോഴിക്കോട്. സോ അഗൈൻ നമ്മളെല്ലാരും ചോദിച്ച ഷോ കോഴിക്കോട് ആയിക്കൊണ്ട് താങ്ക് യു കോഴിക്കോട്. സോ ഓൾസോ ഈ 2 ഇൻഡസ്ട്രി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ദ ഫ്രേഗ്രൻസ് ആൻഡ് നമ്മളുടെ മോട്ടോർ റേസിംഗ് എന്ന സെഗ്മെന്റ്, these two actually have a very beautiful space in my heart. It's only because my father was a sports fanatic. So you have no idea. He himself used to be a racer. So ningalku ariyilla pande before his wedding, during like closer to his wedding in his 30s and all, I remember him participating in this autocross rally of career. So annathe K1000 and popular rallies. Yes. He used to be a racer. So he used to tune up his cars, and you won't believe it. Nikku tharna double peak race okka amul daddy idine patti samsayikku, his medals and all of them is hung up. I'm like, what is that into? Like, you don't understand, like, when you're really small. But when his stories used to come out, and he used to be so excited sharing them. So, എനിക്ക് ആ same vibe ആയിരുന്നു when he's trying to show this off, you know, he's like, see this guys, and, you know, feel that rush. So, ഇത് പറയുമ്പം ഈ കുറേ terms ഉണ്ടല്ലോ, ഈ tachometers, and exhaustion, your spoilers. പിന്നെ എന്തോ റോൾ കേക്ക് അങ്ങനത്തെ സാധനം. It's all into cars. So sorry. But ആ കാരണം I have also used to follow F1 racing, be it WWF, and നമ്മളുടെ cricket. It's all because we women, you know, girls worship their dads a lot. So I've also gone into this, and ഞാൻ ചെറുപ്പത്തിൽ say I want to be a racer. എനിക്ക് racing എന്തായാലും. And talk about fragrance. My father is the one, he used to, whenever he used to pass away, he used to smell so good. അപ്പൊ ഞാൻ ഗ്രോയിങ് അപ്പ് വരെ ഞാൻ ഡാഡിന്റെ പെർഫ്യൂം മാത്രമേ അടിച്ചിട്ട് പോയായിരുന്നു. വയസ്സിലാണെങ്കിൽ ബുൾഗാരി ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കൂൾ വാട്ടർ അടിച്ചിട്ട് ഞാൻ വീമ്പോ ഐ സ്മെൽഡ് അമേസിങ്. സോ ദീസ് ബോത്ത് ഇൻഡസ്ട്രി ഇസ് സോ ക്ലോസ് ടു മീ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എഡ്രലിൻ റഷ് ഒക്കെ ഉണ്ടല്ലോ,
I've been hearing this from my childhood. Now I know Murshid is leading this and he's pumping this into this generation of Kerala specifically. Thank you again, Murshid. You're doing a beautiful job and I love it. Murshid, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഇവന്റ് കഴിഞ്ഞിട്ട്. ഇത് like apart from this, don't you think that people have also seen that ഒരു മാർക്കറ്റ് ഉണ്ട്, എന്റെ കുട്ടികൾക്ക് ഇത് പെർസ്യൂ ചെയ്യാൻ പറ്റും, റേസിംഗ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ് പീപ്പിൾ കൻ ആക്ച്വലി പെർസ്യൂ ഫ്യൂച്ചർ. ഐ ഫീൽ സംവെയർ യു പുട്ട് ദാറ്റ് ഓൾസോ ഇൻ ടു ദം. നിങ്ങൾ ഇത്രയ്ക്കും നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത എഫേർട്ട് ഇട്ടതിൽ ഐ ഫീൽ ഇറ്റ്സ് ഗോൺ ടു ബെനിഫിറ്റ് ആൻഡ് കം 10 times to you all through this. Any take on how you think it's going to? ഓരോ റേസിംഗ് ഇവന്റ് കഴിയുമ്പോഴും we get a lot of calls from ചെറിയ കിഡ്സ്. യൂഷ്വലി കിഡ്സിന്റെ റേസിംഗ് കൂടെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഹിയർ ഇറ്റ് വാസ് എൻ ഇന്റർനാഷണൽ റേസിംഗ് ഇവന്റ്. അപ്പൊ നമ്മള് കുട്ടികളെ റേസ് ഒഴിവാക്കിയതാണ്. അതർവൈസ് അല്ലെങ്കിൽ ഒരു 4 years മുതലുള്ള കിഡ്സിന്റെ കാറ്റഗറിയാണ് നമുക്കുണ്ട്. 4 years ഇപ്പൊ നമ്മൾ 4 years മുതൽ കുട്ടികളുടെ ഇവിടെ കേരളത്തിൽ തന്നെ there are a lot of kids starting from ഒരു 4 years മുതൽ തന്നെ ഒരുപാട് കിഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളെ പോലെയുള്ള പാരന്റ്സ് നമുക്ക് റേസ് ഓടിക്കാൻ സാധിക്കാതെ ഇരുന്ന പലരും കുട്ടികളെ റേസിംഗ് ഫീൽഡിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം, മണി, എനർജി, എവറിത്തിങ്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ശരിക്കും പറഞ്ഞാൽ കേരളയിൽ നല്ല ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ബിക്കോസ് ലാസ്റ്റ് റേസിൽ കുട്ടികൾ ഇല്ലാത്തതാണ്. അതർവൈസ് യു വിൽ ബി സർപ്രൈസ്. അത്ര ചെറിയ കുട്ടികൾ ജമ്പൊക്കെ ചെയ്തു പോകുമ്പോ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ പഴയ പോലെയല്ല, നല്ല ഫ്യൂച്ചറും ഉണ്ട്. ബിക്കോസ് വെൻ യു റൈഡ് റിയലി വെൽ, നല്ല അതായത് ഫാക്ടറി റേസിംഗ് ടീമിലേക്ക് യു വിൽ ബി ഇൻവൈറ്റഡ്. അപ്പൊ പിന്നെ അവര് മന്ത്ലി സാലറി ആണ് നിങ്ങൾക്ക്, യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് എക്സ്ട്രാ, ഒരുപാട് പൈസ, വേറെ ജോലിക്കൊന്നും പോകേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തി വന്നിട്ടുണ്ട്. നമുക്കതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പുതിയ കുട്ടികളെ അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതിലൊക്കെ നമുക്ക് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. തിങ്സ് ആർ ഗോയിങ് റിയലി ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ മോട്ടോക്രോസ് സ്പെസിഫിക്കലി ഫോർ ദ ചിൽഡ്രൻ ആസ് വെൽ. ലവ്ലി ഗൈസ്. സോ നമ്മള് നവീദിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നവീദ് ഈ MYOP co-founder ആണ്. You would have never seen this person give any kind of interviews because his co-founder പറയുമ്പോൾ founder, the other co-founder is his own cousin brother called Rayan. Correct. Yes. So ഇവർ രണ്ടുപേരും തുടങ്ങിയ ഒരു MYOP പാഷന്റെ പുറത്ത് തുടങ്ങിയതാണ്. And they have actually shown consistency and stability where it can actually reach. Right now they have already opened 70 outlets and they are doing wonders. എനിക്ക് നവീൻ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, you all have already gone a bit on the international borders and they have opened one in Mauritius. 4 in Mauritius. 4 in Mauritius. Yeah. I want to ask, why Mauritius? Okay. So I asked namla Mauritius, why Kozhikode? I want to ask, why Mauritius? all right. So being from Calicut, the ഏറ്റവും കൂടുതൽ നമുക്ക് ഓഫർ വരെ മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പം നാച്ചുറലി എല്ലാരും പോവാ കേരള, ഇന്ത്യ എക്സ്പാൻഡ് ചെയ്താൽ യു ഗോ ടു ദുബായ് ആൻഡ് ഗൾഫ്. So for our product, perfume എന്ന് പറയുമ്പോഴത്തേക്കും it's already very saturated, ഭയങ്കര കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണ് ദുബായ് എന്നുള്ളത്. So we thought കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യ തന്നെ വലിയ മാർക്കറ്റ് അല്ലേ, we haven't still reached എന്താ പറയാ വെസ്റ്റ് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ഈസ്റ്റ് ഓഫ് ദ കൺട്രി പുറത്തിറക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് നുമാൻ, his name is Numan, he asked me, he went for Mauritius for a different purpose. അവൻ വിളിച്ചിട്ട് പറഞ്ഞാണ്, ബ്രോ ഇത് കിഡ്ലൻ മാർക്കറ്റ് ആണ്, you want to give a try എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ജനറലി എന്റെ കസിൻ ഭയങ്കര കൺസർവേറ്റീവ് ആണ്. ഹീസ് എ മാൻ ഓഫ് നമ്പേഴ്സ്. പുള്ളി ഫുള്ള് നമ്പേഴ്സ് ഒന്നും കിട്ടാതൊന്നും തീരുമാനിക്കില്ല. ഞാനാണെങ്കിൽ കുറച്ച് യെസ് മാനും ആണ്. അങ്ങനെ I convinced him to go and have a visit and let's say no to him. Okay. അങ്ങനെ decide to say no. ചുമ്മാ കണ്ടിട്ട് വരാൻ നോക്കി വരാം, നോ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. Once he went for the market, it's a very beautiful coastal island. Yeah. And a lot of people have a lot of money. Government is funding them really well. But African island aanengilum our perception was that it was a korchu cheriya market aayikunnalla, pretty good market, and ellarum mall dependent aanu. For groceries they go to mall, for movies they go to mall, for shopping they go to mall. There's proper mall culture. There is proper mall culture. There is no standalone stores. So we thought, and the pricing was also quite nice over there. So we thought, okay, let's give a try over here. Okay. I started with one really worked. Wow. Then we and they ended up with 4 outlets in Mauritius, people. If you have money, please go to Mauritius. Also get MYOP from there. But before I again break down your beautiful journeys, how did this friendship start? Already Murshid Parne from 2012 onwards, Naveed
Psyche-ആണോ? But they have a beautiful, I can see their chemistry happening, but I want to hear it from you all. How did you guys meet? Yeah. And ഈ friendship എവിടുന്ന് തുടങ്ങി? ഞാൻ പറയുമ്പോ He's already thinking. ഇവൻ വരുമ്പോഴേ പറയുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും പറയാൻ പാടില്ല, അവര് കുറച്ചൊക്കെ അങ്ങനെ പറയും, പക്ഷെ അങ്ങനെ നമ്മൾ കറക്റ്റ് ഒന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാന് അതിനൊക്കെയാണോ ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ പോയി പരിചയമില്ലല്ലോ. ഇങ്ങനെ മെല്ലെ 2-3 വാക്കില് ചിലപ്പോ ഞാൻ ഭയങ്കര വിടലൊക്കെ വിടും, അപ്പൊ നീ എന്നെ നോക്കരുത്. അപ്പൊ ഐ തോട്ട് ഞാൻ ഇന്റർവ്യൂ പോയിട്ടൊന്നുമില്ല, മേ ബി അവൻ പറഞ്ഞ കറക്റ്റ് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഏതാണ്? ഗുഡ് ക്വസ്റ്റ്യൻ യു ആസ്ക്. കറക്റ്റ് എനിക്കിത് പൊളിക്കാൻ പറ്റിയ ദൃശ്യമാണ് ഗൈസ് കിട്ടിയത്. എവിടെന്നാ നിങ്ങള്? ഇവൻ പിന്നെ ബ്രൈബ് ചെയ്യുന്നുണ്ട്, ഇടാൻ പാടില്ല പാടില്ല, ഒന്നും കേൾക്കാൻ പാടില്ല. ഞാൻ ബ്രൈബ് ചെയ്ത വീണു. So normally നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ജീവിതത്തില്, so you know your cousin is my best friend, Sneha is my best friend. We came through Rajagiri MB പഠിക്കുമ്പോ. അപ്പൊ നോർമലി എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എവിടുന്നാ വരേണ്ടത്? സ്കൂളിൽ നിന്നോ പ്ലേ ഗ്രൗണ്ടിൽ ട്യൂഷൻ ക്ലാസ്, പ്ലേ ഗ്രൗണ്ട്. ഇയാൾ എന്റെ ജീവിതത്തിൽ ആദ്യം ഒരു ബൈക്ക് വെക്കാൻ വന്ന ബ്രോക്കർ ആയിരുന്നു. Are you kidding me, bro? I love it. I would never guess. അടിപൊളി. അപ്പൊ ബൈക്ക് വാങ്ങി ഫ്രണ്ട്ഷിപ്പിൽ. He was so street smart at that. ആ സമയം തന്നെ he was known for ഇങ്ങനെ വണ്ടീന്റെ മുകളിൽ തന്നെ കേട്ടോ. എപ്പൊ നോക്കിയാലും മുർഷിന്റെ അടുത്താണ് നമ്മള് വണ്ടി കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ ഞാന് അമ്മനെ കൺവിൻസ് ചെയ്ത് ഒരു 12,000 13,000 rupees ഒക്കെ ഒപ്പിച്ച് IBX +2 കഴിഞ്ഞ പാടെ തന്നെ വന്നിട്ട് ബൈക്ക് വെക്കാൻ വന്ന് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് മുർഷി ഒരു വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നെ പറ്റിക്കാൻ വന്ന ആളായിരുന്നു. നമ്മള് അന്ന് 1000 രൂപ 12,000 രൂപക്ക് 1,500 രൂപ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ഒരു പൊട്ട വണ്ടി. അന്ന് ജീവിതത്തിൽ കുറെ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആ കച്ചവടത്തിൽ ഇന്നിപ്പോ എത്ര സ്മാർട്ട് എന്ന് എത്ര പഠിച്ച് നല്ല കൂട്ടി നല്ല ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാതെ ഇത് മോഡൽ സ്കൂള് എല്ലാ കച്ചറയും കളിച്ചിട്ട് പറ്റിക്കാൻ വേണ്ടി അത് എന്റെ മുറ്റത്തെത്തിപ്പെട്ടു. അന്നേ പരിചയമുണ്ടോ നിങ്ങൾക്ക്? അന്ന് നമുക്ക് ടൗണില് ഇവിടെ നമുക്കൊരു ക്ലബ് ഉണ്ട്, റാസ്മട്ടാസ് എന്ന് പറഞ്ഞിട്ട്, ബില്യാർഡ്സിന്റെ ഒരു ക്ലബ്ബ്. ശരിക്കും അവിടെയാണ് നമ്മള് ഗ്യാദർ ചെയ്യാം. അതില്ല അവിടെ. നമ്മളെല്ലാരും അപ്ബ്രിങ്ങിനകത്ത് ഭയങ്കര റോൾ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. സോ ക്രിസ് ഫൈഫറിന് അറിയില്ല. സോ ഐ ഫോളോ ലോഡ് ഓഫ് ഇങ്ങനത്തെ ആൾക്കാർ. അന്ന് പിന്നെ ഇൻസ്റ്റയും ഇതൊന്നും ഇല്ലല്ലോ. സോ ഓൾ ദീസ് കട്ടിങ്സ് ആൻഡ് whenever he comes ESPN ഇന്റർവ്യൂ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. And on the Bandits there was a group, right? Bro, and ആസിഫ് ഞാൻ കുറച്ച് ഇങ്ങനെ ചെത്തി നടക്കുന്ന ടൈം ഒക്കെ ആയിരുന്നു. So I know these biker guys in Calicut, okay? So മുർഷിദ് ഒന്നും അറിയില്ല. Some guys performing a stunt in ഏതോ Sunday, I think, beach side something. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഓടിച്ചെത്തി, ഞാനിങ്ങനെ നോക്കാം, wow, not bad. I am checking on them, then later I get to know this is a team called Bandits. Bandits, right? Bro, you all were killers. So you have broken a lot of our hearts. You all had a lot of fangirl moments then. നമ്മൾക്ക് പക്ഷെ അറിഞ്ഞില്ല അന്ന് ഇത്ര ഒരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ബടി അന്ന് ഞാൻ ആക്റ്റീവായിട്ട് വീലി ട്രൈ ചെയ്തൊക്കെ ആൾക്കാരൊക്കെയാണ് എന്നിട്ട് മലർന്നടിച്ചത്. Dude, I've grown up with SDs, Road King, Bullets. Dude, so I know about bikes. So I've always, rode bikes and all. But understand, you can't do stunt. We don't know how good we are. So ഒന്ന് ഓടിച്ച അവിടെ എത്തും അങ്ങനെ. പക്ഷെ അന്ന് കാലിക്കറ്റ് ക്രിസ് ഫൈഫേഴ്സ് കം ആൻഡ് that's a group of boys who's actually performed with them. Dude, അന്ന് അറിഞ്ഞില്ല മുർഷി. ഞാൻ എത്തിയിട്ടുണ്ട് ആ മറ്റേ കൊടിയൊക്കെ പറഞ്ഞിട്ട്. So Bandit Bikers was founded by you and Altani, right? 2006 founded. Oh, lovely. I think I would have gotten over 11, 2008, 9, 10. ആ സമയത്തായിരുന്നു. Yeah, that's time when I got to know about Bandits. ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയമാകുമ്പോഴേക്ക് 2009 മുതലൊക്കെ ഷോസ് ചെയ്യാൻ തുടങ്ങി. 2006 അപ്പൊ നമ്മൾ ആ ചെറുട്ട് റോഡ് ആണ് ഈ ക്ലബ്ബ് വന്നത്. ചെറുട്ട് റോഡിൽ ഇപ്പൊ ഉള്ള ലിവൈസിന്റെ ഷോറൂം ഉണ്ട്. ഇപ്പൊ അവിടെ എന്താ ഷോറൂം? ലിവൈസ് ഷോറൂം ഉണ്ടല്ലോ അപ്പോഴും അല്ലേ? ബീച്ചില് നീ പറയുന്നത് ബീച്ചിൽ നമ്മൾ സൺഡേ ജസ്റ്റ് Sunday ritual evening is to do stunting.
എന്നിട്ട് നീ ബാക്കി സ്റ്റോറി പറഞ്ഞില്ലേ? അപ്പൊ കണക്ഷൻ അവിടെ നിന്ന് ഉണ്ടോ? അവിടെ എല്ലാ സ്കൂളിൽ നിന്നുള്ള എല്ലാവരും അതാണ് ഹബ്ബ്. എല്ലാ സ്കൂളിലുള്ള സ്കൂള് ലീവ് ആക്കിയിട്ടും കട്ട് ചെയ്തിട്ട് വരാന്നൊക്കെ പറയില്ല. അവിടെ നമ്മളെല്ലാവരും ബില്യാർഡ്സ് കളിക്കാൻ അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നാണ് ഈ ടീമൊക്കെ ശരിക്കും നമ്മൾ ഫോം ചെയ്യണം. ഈ 2006 ടീം ഫോം ചെയ്യാനുള്ള കാരണം ഈ സ്പോട്ടില് രാവിലെ കോളേജിൽ പഠിക്കുന്നവരും എല്ലാവരും എല്ലാം കട്ട് ചെയ്തിട്ട് വരുന്ന ഒരു സ്പോട്ടാണ്. നല്ല സ്പോട്ടായിരുന്നു കേട്ടോ ശരിക്കും. ഇപ്പോഴും അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും എത്തിച്ചേരുന്ന ഒരു സ്പോട്ടാണ്. നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടാവും. അത് ശരിക്കും നമ്മളെ ലൈഫിൽ കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വളർന്നത് കാരണം നമ്മളെ ഈ +1 +2 ഡിഗ്രി കോളേജ് ടൈമൊക്കെ ഫുള്ള് ഇവിടെ ഏത് കോളേജിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എത്തിപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെയാണ് ഈ സിൽവർ ഹൈറ്റ്സ് പഠിക്കുന്ന നവീദ് അവിടെ എത്തിയത്. നീ ആ വലയിൽ പോയി അങ്ങനെ പല സ്കൂളുകള്. അതെ. പിന്നെ നവീദ് റഹ്മാനിയയിലായി. പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് റഹ്മാനിയയിൽ ഉണ്ടായി. പിന്നെ നവീദ് ഫാറൂഖ് കോളേജായി. പിന്നെ ഞാൻ JDTയിലായി. പക്ഷെ എല്ലാ നവീദിന്റെ ഫ്രണ്ട്സും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ആവാൻ തുടങ്ങി. നമ്മൾ ടൗണിലെ ബോയ്സ് ആയി മാറി. ഫുൾ ടൈം you all got to know each other then, but you all were not besties or anything. No. All just aware this guy We just know each other. ഒരു സിൽവർ boy, ഒരു മോഡേൺ അതെ. പിന്നെ നമുക്കൊരു വൺ മാൻ ഉണ്ടാവില്ലല്ലോ. സോ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് he was good fighter. ചെയിനൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ എടുക്കേണ്ടി മറ്റേ നാടൻ തന്നെ ഒരു മുഷിക്ക് എന്ന് പറഞ്ഞ എത്തും. എനിക്ക് ഇഷ്ട പ്രേമത്തിനാണ് ഗിരിയാട്ട വരുന്നത്. നമ്മള് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ബൈക്ക് I love it. I'm visualizing. And backly fans calls. Oh, ഇഷ്ടായി, കഥ ഇഷ്ടായി. ഗേൾസ് അധികം ഉണ്ടായില്ല. I don't know whether to expand both of you all are mad. I don't know whether to talk on this. Murshid, I just want to ask you, you already പറഞ്ഞു നിങ്ങൾ fan following for your bike and all of that. Which was your first bike? You remember? Yamaha RX 135. Yamaha 135 10th വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു +1 ടൈമിലേക്കാണ് അത് വാങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതൊക്കെ തന്നെ ഉള്ള ഇത് നമുക്ക് ഒരു എന്താ പറയുക ഒരു അഡ്രിനാലിൻ കിട്ടുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ പിന്നീടാണ് 4 സ്ട്രോക്ക്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ YBX-ഉം അതുപോലെ പൾസർ അതിലേക്കൊക്കെ വന്നത്. ആദ്യം 2 സ്ട്രോക്കില് ചേംബർ സെറ്റ് ചെയ്തിട്ട് ഒരു വല്ലാത്ത സൗണ്ടാണ്. ചേംബർ ട്യൂണിങ് ഒക്കെ ചെയ്തിട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് ബൈക്ക്. അതിൽ തന്നെയാണ് നമ്മൾ കോഴിക്കോട് പറയുന്ന ബീച്ച് സൈഡിലൊക്കെ പണ്ട് പെർഫോം ചെയ്തതും റബൽ മൂഡിലൊക്കെ നമ്മളിങ്ങനെ കുറെ ഗ്രൂപ്പായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് പോയൊരു ടൈം ഉണ്ടായിരുന്നു. ഇതൊക്കെ യമഹയിൽ തുടങ്ങിയതാണ്. So അന്ന് you used to like, you know, completely modify your bike. Modified. Oh, wonderful. So did you also look up to somebody? നിങ്ങൾക്ക് ഒരു ആറ്റൻ ഫിഗർ ഒക്കെ ഉണ്ടാവില്ല, എസ്പെഷ്യലി ബൈക്കർ ഗാങ്സ്. How did you get into? അതൊക്കെ തൃശ്ശൂരാണ് സത്യത്തിൽ. തൃശ്ശൂർ ടീമേഴ്സ് ആക്ച്വലി they are very ഇന്റലിജന്റ് ആണ് ബൈക്കിന്റെ കാര്യത്തിൽ. അവർക്ക് ടെക്നോളജി ഒക്കെ അന്ന് മുതലേ അവര് വെൽ നോൺ ആയിട്ടുള്ള ട്യൂണേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറെ പേര് പഠിച്ചിട്ടൊക്കെയാണ് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത്. സോ വി ഫോളോ തൃശ്ശൂരും കൊച്ചിയൊക്കെയാണ് റേസിലേറ്റും. പിന്നെ ഏറ്റവും ഹൈ പാർട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. എല്ലാവരും പോയിട്ട് പെർഫോമൻസ് സൈഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലം. പക്ഷെ നമുക്ക് അന്ന് കുറച്ചും കൂടെ പോകാൻ പറ്റുന്നതും ഒക്കെ തൃശ്ശൂരായിരുന്നത് കൊണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ വാങ്ങി. തൃശ്ശൂരിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന ബൈക്കിന് ഇവിടെ നല്ല വാല്യൂ ഉണ്ട്. വെൽ നോൺ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊന്നും ബിൽഡ് ചെയ്താന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ചെയ്താന്നൊക്കെ പറഞ്ഞു. Do you remember your first bike? My first bike was ബൈക്കിലാണ് ഇവന് വെച്ചടി കയറ്റായിരുന്നത്. അവിടെ നിന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല അന്നത്തെ ബൈക്ക് കൊണ്ട്. അപ്പൊ ജീവിതത്തില് നിങ്ങൾക്ക് വരുന്ന ബൈക്കിലെ ആൾക്കാരൊക്കെ ബ്രോക്കർമാരൊന്നും ശ്രദ്ധിക്കുക. Maybe they turned your best friends. I love it. അത് പൊളിച്ചിട്ട് ഉള്ളിക്കൂടെ സ്മൂത്താക്കി കണ്ട. അതാണ് യു സെഡ് ഗിഫ്റ്റ് ഓഫ് ദ അല്ല നിങ്ങൾ പറഞ്ഞു EMS പ്രഷർ താങ്ങാൻ പറ്റുമോ? എല്ലാ പ്രഷറും താങ്ങാൻ
അത് വളരെ കറക്റ്റാ. പൊളിറ്റിക്സ് എന്തായാലും ചേരുന്നുണ്ട്. നീ Politics ഉൾപ്പെടെ ഞാൻ ഗൂഗിൾ ഇവന് ആ ഗ്രൗണ്ട് ലെവലിലുള്ള എല്ലാ സാധനവും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവന് രാജഗിരിയിൽ പോയിട്ട് കുറച്ച് അവിടുന്ന് ഗ്രാജുവേഷൻ എടുത്ത കാരണം അതും കൂടെ റെഡി ആയി. അപ്പൊ അതുകൊണ്ടാണ് ഇവന് ഒരു സകലകല ഈ ഹെൽപ് യു ഗ്രോ ബഡി. അന്ന് ബ്രോക്കർ എത്തില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു. 100%. പിന്നെ മാൻ ഫ്രൈഡേ മാറിയില്ലേ? അതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വിചാരം ഞാനും എന്റെ വിചാരം അവനും. Guys, on that note, we have a very fun segment called Chollada Chollu. You can show the first one without looking to. Kancholu. Okay. Oh. ഇതൊക്കെ You can't. Guess ചെയ്യണേ. കാറിൽ വന്നതോ? ഏത് കാറിൽ നിന്ന്? എവിടുന്നാ വന്നത്? കാരപ്പറമ്പ്, നടക്കാവ്, ഓഫീസ്, ഹൈലൈറ്റ്. You got it. It's highlight boy. Not bad, dude. It's simple. What is it? ഞാനിവിടുന്ന് Sink ഉണ്ട് ട്ടോ. Sink ഉണ്ട്. ഞാൻ ചേച്ചി കുറച്ച് കഷ്ടപ്പെടുന്നു. ഞാൻ ടെൻഷനായി പോയി. Simple. Come on, Murshid. You got this. Oh. അയണ്, കോഫി. അത് കുറച്ച് സ്പീഡ് കൂടുതലൊന്നും ഉണ്ട് സ്പീഡിലുള്ള സാധനം. ആണോ? സ്പീഡ് കൂടുതൽ. ഓക്കെ. അല്ല അങ്ങനെയല്ല. സ്പീഡിലുള്ള സാധനം. ഓക്കെ. ക്ലാസ്. ഐശ്വര്യ. ക്ലാസ്സിനോട് ഇസ്ത്രി. അല്ലേ? ഗ്ലാസ്. ഒരു ബന്ധമില്ലാതെ പറഞ്ഞ I love it. Yes, go for it. You're not killing this. Oh, he is. ബൈക്ക് ബാംഗ്ലൂർ റേസോ? എന്റെ 135 യമഹ എന്റെ ബൈക്ക്. ഞാൻ ബൈക്ക് ഓടിക്കണം അന്ധകാലത്ത്. ഇപ്പോ എന്താണ് ഫസ്റ്റ് മുതൽ കിട്ടു. സിമ്പിൾ. ഇത് സിനിമയോടനുബന്ധിച്ചിട്ടുള്ള സാധനമാണ്. അല്ല അല്ല എല്ലാ ബൈക്കും. ഇതിനെ പറ്റിച്ച ബൈക്കാണോ? അതുമല്ല. എല്ലാ ബൈക്കും. ബൈക്ക് വിട്ട് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട്. വീട് എന്റെ വീടാണ് കാരപ്പറമ്പ്, ഹോമിയ കോളേജ്, അതൊക്കെ തൃശ്ശൂർ. ഇപ്പൊ മനസ്സിലായി. അടുത്തത് കമൺ. ഓക്കെ. ബൈക്ക് ബൈക്ക് തന്നെ. റേസ് ക്യാൻസലായി. അയ്യോ. റേസ് ബാർ. നോ ബാർ. റേസിന് 2. നോ എൻട്രി. ഫുട്ബോള്. ആരോ ചവിട്ടിയതാവും. ഇത് സിനിമന്റെ പേരല്ല, ഒന്നുമല്ല. സ്ഥലത്തിന്റെ പേരല്ല. വെറുതെ ഒരു ഇത്. ഫുട്ബോൾ ഉണ്ട്, റേസിംഗ് ഉണ്ട്, സ്റ്റേഡിയം. ഏടാതോ? കോഴിക്കോട് സ്റ്റേഡിയം, EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇനിയും വേണോ? അതാണ് എനിക്ക് കണക്ട്. അതാണ് കണക്ഷൻ. യു ഗോട്ട് ഇറ്റ്. യു ദേർ മുർഷി. അങ്ങനെയൊക്കെ വേണോ? Please don't go there, everybody. ബൗൺസേഴ്സ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. സെല്ലുബായി. ഫുട്ബോള്, EMS,
സെല്ലുബായ് ഫുട്ബോൾ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. എവിടെയാണോ അവിടെ എത്തി. സെല്ലുബായ് ഫുട്ബോള് സ്റ്റേഡിയം. ഇതെവിടെ? ഇതെവിടാന്ന് ചോദിക്കുന്നത്? ഇതെവിടെയായിരുന്നു? എന്താ ഓക്കെ, സെല്ലുബായ് എന്തിനാ വന്നേ? സെല്ലുബായ് റേസിന് റേസിന്റെ പേര് റേസിന്റെ പേരാണ് ഇന്ത്യൻ സൂപ്പർ ക്രോസ്. Yes! അതിനാണ് മൂപ്പര് പുരുഷൊക്കെ കുറച്ച് നേരം. എക്സഡ സൂപ്പർ ക്രോസും ലോഗോ. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കിട്ടും കേട്ടോ. മൂപ്പര് പാവം. ഇങ്ങനെ ഈ വലിയ ബന്ധങ്ങളിലൊക്കെ പോണേ. വലിയ പ്രശ്നങ്ങൾ നടന്നില്ല അവിടെ. അങ്ങനെ ഇങ്ങനെയൊക്കെ അത് വേണ്ട, അവിടൊക്കെ പോണം. അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണം. ഐ തിങ്ക് ലാസ്റ്റ് വേർഡ്. ക്ഷീണിച്ച ഒരാൾ വേറെ ഒരു കോഫി കൂടി വിട്ടു. ഐശ്വര്യ കോഴിക്കോട് ബീച്ച്. സിമ്പിൾ. ഒന്നും കൂടി ഉണ്ടോ നോക്കൂ. ഐ തിങ്ക് ഒന്നും കൂടി. എന്റെ വീട് തൃശ്ശൂര്, ഇവിടെ ഉള്ള കാരപ്പുറമ്പ്. ഗ്ലാസ്, ഗ്രൗണ്ട്, ചോറ്, പ്ലേറ്റ്, ഫുഡ്. കാലിക്കറ്റ് ആണോ? ബീച്ച്. പിന്നെ കാണിക്ക ബീച്ച് ഫുഡ് പ്ലേസ് ആണ് അല്ലേ? അഹമ്മദ് ബോംബെ ഹോട്ടൽ. ചെറുത്. ഓക്കെ ഓക്കെ വരും. ഹോട്ടൽ. പുട്ടും ബീഫ് കറിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല. ചിമ്പൾ. നീ തൃശ്ശൂര്. നീ തൃശ്ശൂര് എഴുതിയാണോ? തൃശ്ശൂര് നീ. ഞാൻ നീ മുർഷിദ്. മുർഷിദിന്റെ വേറെ പേരോ? ചിത്തു. മുർഷിദ്. ബഷീർ. ബാൻഡ്രോസ്. ഭയങ്കര സിങ്കിൾ അങ്ങോട്ട് പിടിച്ചു. നമ്പർ 2 സെറ്റ്. സിമ്പിൾ. ഐശ്വര്യ വീണ്ടും ഹോട്ടലാണോ? അല്ല. ഫുഡ്. കാറിന് ചെറുതോ? മിനിയേച്ചർ. ഓക്കെ. ഓടിച്ച ഓക്കെ. എന്റെ പേര് Formula 1 F1. ചെറിയ കാർ റേസോ? കാറിന്റെ ചെറുത്. കാറിന്റെ ചെറിയ കാറ്. അയ്യോ പറ്റുന്നില്ല. അയ്യോ പാവം. കാറ്. സോൾട്ട് ബേ. ശ്രദ്ധിക്കണം. ഓക്കെ. ഫോഗ്. പൊള്ളുക. ഹോട്ട് വീൽസ്. കിട്ടി മോനെ. നിസ്സാരം തന്നെ കിട്ടൂല. ബൈക്ക് ഇങ്ങനെ സിമ്പിൾ ആക്കല്ലേ? ഇത് നീ പിടിച്ചോ. യു ഗോട്ട് ഇറ്റ്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗില് അവിടെ സ്റ്റേഡിയം EMS. ഓ EMS സ്റ്റേഡിയം. ഇത് ഞാനോ? പെർഫ്യൂം MYOP. ഓ ഇതെന്താ? നമ്മളെ കുറച്ച് നിങ്ങൾക്ക് ഇത്ര അടുത്ത് എല്ലാം ഇങ്ങനെ. നീ നടന്ന വഴിയിൽ. ഇത് ടഫാവും. നീ നടന്ന വഴിയിൽ ഞാൻ പിന്നാലെ. ഓക്കെ. നടക്കുക ഫസ്റ്റ്. ഓക്കെ. വാക്കിംഗ് ഉണ്ട്. ഫിഷിംഗ് ഉണ്ടോ?
ആ ഇത് കിട്ടി മോനെ. ഇത് നല്ല കിട്ടല. നിങ്ങളെ പുച്ഛിച്ചില്ലേ? അതെ, അത് വെച്ചിട്ടുണ്ടായിരുന്നു. സൽമാൻ ആ ഖാൻ. ബന്ധത്തി. സൽമാൻ ഖാൻ ഫസ്റ്റ് വേർഡ് എസ് ആണ്. ഓക്കെ. സെക്കൻഡ് നീ. മുർഷിന്റെ എം ആണോ? എസ് എം. SMS-ഓ അല്ല SMS-ഓ ട്രാക്ക്. SMX SM SM ആ സ്ട്രീറ്റോ? ശരിയാണല്ലോ. SMS. അതുകൊണ്ടല്ലേ SMS. ആ സിമ്പിൾ. ബീച്ച്. ഓക്കെ. ബീച്ചില് ഫ്ലിപ്പ് ചെയ്യുന്നോ? ബീച്ചില് ബുക്ക്. KLF അല്ല. ഹോട്ടല് ആമ. ക്രാബ്. ക്രാബിന്റെ വേറെ കടുമ്പക്കായ.